ഓ, കറുത്തിട്ടാണോ? ഷോ, ചെറുക്കന് നല്ല നിറമുണ്ടെന്നേ. ചെറുക്കൻ നല്ല വെളുവിളാ വെളുത്തിട്ടാ. അപ്പൊ കാണുമ്പോ ഒരു ചേർച്ച വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, വേറെ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഉണ്ടായിട്ടല്ല. ഏ ഇച്ചിരി കളറൊക്കെ ഉള്ളൊരു പെങ്കൊച്ചിനെ നോക്കൂ കേട്ടോ. ആ ആ എന്താ അമ്മേ ബ്രോക്കർ പറഞ്ഞത്? നിന്റെ ആങ്ങളൊക്കെ ഒരു ആലോചന വന്നിട്ടുണ്ട്. പെണ്ണ് ബാങ്കിലാ ജോലി, അസിസ്റ്റന്റ് മാനേജറൊക്കെയാ. ഇവന്റെ ജോലിയൊക്കെ കണ്ടിട്ട് വന്ന ഒരാലോചനയാ കാര്യം. പക്ഷേ പെണ്ണ് കറുത്തിട്ടാന്ന്. ഓ, എന്റെ അമ്മ നിറമൊക്കെ ഇപ്പൊ എന്തായാലും എന്താ കുഴപ്പം? നല്ല സ്വഭാവമാണെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നടത്താം. ജോലി ഉണ്ടല്ലോ. ആഹാ, നിന്റെ ചേട്ടനെ അവന്റെ അച്ഛനെ പോലെ നല്ല വെളുവിളാ വെളുത്തിട്ടാ. നിനക്ക് പിന്നെ എന്റെ കളറായി പോയി. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? കാണുമ്പോ ഒരു ചേർച്ച വേണ്ടിടി പെണ്ണെ. ഏ ഓ, ഈ അമ്മയുണ്ട്, അമ്മേന്റെ ഒരു നിറമുണ്ട്, ഒന്ന് പൊയ്ക്കൊന്ന്. 30 വയസ്സിനുള്ളിൽ അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തണം എന്നായിരുന്നു. പെൺപിള്ളേർക്കൊക്കെ എന്തൊരു ഡിമാൻഡ് ഇപ്പൊ. പെണ്ണിനെ കിട്ടാറുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് ഡിമാൻഡ് ഇല്ലേ? അമ്മയല്ലേ ഇപ്പൊ പറഞ്ഞത് കളറുള്ള പെണ്ണിനെ വേണമെന്ന്. ഇടി, ഞാൻ ഇച്ചിരി കളർ പെണ്ണിന് വേണമെന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ കുഴപ്പം? അതൊക്കെ ഒരു ഡിമാൻഡാണോ? ഏ വലിയ വെളുത്ത പെണ്ണ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഇച്ചിരി കളറൊക്കെ വേണ്ടേ? ഞാനൊന്നും പറയുന്നില്ല. അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഉം നീ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ അവന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ അങ്ങ് നടത്തായിരുന്നു. ഇപ്പൊ നീ സമ്മതിക്കേയില്ല. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ. കല്യാണം വേണ്ടപ്പോ ഞാൻ പറയും. കല്യാണക്കാരി ഒന്നും ദേവി എന്നോട് ഇപ്പൊ പറയരുതേ. ഉം നിന്റെ പ്രായത്തിൽ നിന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരും ആയി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അമ്മ ഇനി താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിരിക്കൊന്നും വേണ്ട. അമ്മയുടെ മോനെ കല്യാണം കഴിയുകയും ചെയ്തു. ഇപ്പൊ മാസം 1 ചെയ്തില്ലേ? എന്നാലും എന്റെ പൊന്നു മോളെ, ആ കല്യാണം തന്നെ നടന്നല്ലോ. ഞാൻ ബ്രോക്കറോട് ആദ്യമേ പറഞ്ഞതാ ഈ കല്യാണം വേണ്ടാന്ന്. പെണ്ണത്രയും കറുത്തതാന്ന് കേട്ടപ്പോഴേ. കാരണം ചെറുക്കിന് ഇത്രയും വെളുത്ത കളറല്ലേ. ഹാ, പിന്നെ നല്ല ആലോചന ഒന്നും വന്നുമില്ല. നിന്റെ ആങ്ങളയ്ക്ക് പെണ്ണിനെ കണ്ടപ്പോ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കല്യാണവും നടന്നു. രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന കണ്ട ഒരു ചേർച്ചയില്ലടി മോളെ. എനിക്കങ്ങ് സങ്കടം വരുവാ. അമ്മ, അതൊന്നും സാരമില്ല. നല്ല സ്വഭാവമായിരുന്നാ പോരെ. ഞാൻ കേട്ടിട്ടുള്ളതേ ഈ കറുത്ത പെൺകുട്ടികൾക്ക് നല്ല വൃത്തി കൂടുതലെന്നാണ്. അതുപോലെ തന്നെ വലിയ അഹങ്കാരവും കാണൂല. അയ്യോ, അതാരാ അങ്ങനെ പറഞ്ഞേ? ഏ മനസ്സിന് വെളുപ്പുണ്ടെങ്കിലേ പുറം കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് കറുത്തവർക്ക് വൃത്തിയുള്ള എന്താ വെളുത്തവർക്ക് വൃത്തിയില്ലേ? ഒരുമാതിരി വർത്താനം പറയല്ലേ ചേച്ചി. അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏ എന്തായാലും അമ്മേന്റെ മോന്റെ ഭാര്യ നല്ല സ്വഭാവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചേച്ചി അമ്മേ. ഇവക്ക് പിന്നെ ആരെങ്കിലും ഒന്ന് മോളേന്ന് വിളിച്ചാൽ മതി, പിന്നെ അവര് നല്ലവരാ. ഓ, നിന്നെ മോളേന്നാണോ വിളിക്കുന്നേ? ആ, എന്നെ മോളേന്നാ വിളിക്കുന്നത്. നീ ഇതുവരെ എന്നെ മോളേന്ന് വിളിച്ചിട്ടുണ്ടോ? ഏ അതിന് നീ എന്നെ ചേച്ചിന്ന് വിളിക്കാറില്ലല്ലോ. പിന്നെ ആകപ്പാടെ 3.5 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഈ ചേച്ചിന്ന് വിളിക്കാൻ അത്ര നിർബന്ധം എന്താ? 3.5 വയസ്സിന്റെ വ്യത്യാസം ഒരു വ്യത്യാസമല്ലേ അമ്മേ? അല്ലേടി? അതിനകത്ത് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, രണ്ടെണ്ണം കൂടെ കിടന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഒച്ച എടുക്കാതെ. ആ പെങ്കൊച്ചു വിചാരിക്കും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും കണ്ടാ, നേരത്തെ നേരം കണ്ടാ വഴക്കം നോക്കിയാലേ ആ പെണ്ണ് അവിടുന്ന് കേൾക്കൂന്നേ. ഒരു സ്വരുമയില്ലാത്ത സഹോദരങ്ങളാന്ന് പറയിക്കാതെ. ഞാൻ പോവാ ചേച്ചിയെ, പുറത്ത് തുണി വിരിച്ചിടാൻ പോയിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. അവളുടെ ചേച്ചി എന്നുള്ള വിളി കണ്ടോ അമ്മേ? എന്തൊരു സ്നേഹമോ. എന്നെ ഒന്നും ഇത്ര സ്നേഹത്തോടെ അവള് വിളിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോ അവളുടെ മനസ്സിൽ രണ്ടാമതായി. പോവണ്ണേ അവിടുന്ന്. എനിക്ക് അങ്ങ് ആകെപ്പാടെ മനസ്സിന് വിഷമം വരുവാ. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എന്റെ മകനൊരു പെണ്ണിനെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ ആ പശുവിനെ കെട്ടിയതൊന്നും പോയി നോക്കട്ടെ. ചേച്ചി വന്നത് ഞാൻ കണ്ടേയില്ല. കാര്യം ഞാൻ പുറത്തുണ്ടായിരുന്നു, പക്ഷെ വണ്ടി വന്നത് ശ്രദ്ധിച്ചില്ല. അയ്യോ, എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട. പിന്നെ നിന്നെ ചേച്ചിന്ന് വിളിക്കാതെ? നീയല്ലേ ഈ വീട്ടിലെ മൂത്ത പുത്രി. അത് മാത്രമല്ല, കണ്ടാൽ നല്ല പ്രായം തോന്നൂടി ചേച്ചി. എന്നിട്ട് നീ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നുണ്ടോ? എപ്പോഴും എടി വാടി പോടി നീ എന്നൊക്കെയല്ലേ വിളിക്കുന്നേ? അത് പിന്നെ പ്രവൃത്തി കാണുമ്പോ വിളിക്കാൻ തോന്നണ്ടേ, അതാ. എന്താ മോൾ ഇങ്ങനെയൊക്കെ ചേച്ചിയുടെ അടുത്ത് പറയുന്നത്? ചേച്ചിയല്ലേ, അപ്പൊ കുറച്ച് റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കണം കേട്ടോ. ഏ ഞാനേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ജ്യൂസ് മതിയോ? ആ ആ എടി, ആള് കുറച്ച് പഴഞ്ചനാന്ന് തോന്നല്ലേ. പഴയ ആൾക്കാരെ പോലെയൊക്കെ ഒരു സംസാര രീതി എനിക്ക് തോന്നി. ഈ 80s ഉള്ള ആൾക്കാരെ പോലെ. എടി, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ നാത്തു സംസാരിച്ചത്? എന്നിട്ടിപ്പൊ നീ നാത്തൂനെ പഴഞ്ചനാക്കുവാണോ? നിനക്ക് നാത്തൂനെ ചേച്ചിന്ന് വിളിക്കാലോ. എന്നെ എപ്പോഴും നീ എടിയെന്നൊക്കെ വിളിക്കും. നീ ഒരു കാര്യം ഓർക്കണം, ഞാനും നീ ഒരു വയറ്റീന്ന് വന്നത്. അത് നാത്തൂനാ. നീ 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 ഉയ്യോ, എന്റെ അമ്മോ, മഴക്കാലമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടേ, ചൂട് ചൂട് ചൂട്. എന്താടി മുഖം വീർപ്പിച്ച് വിഷമിച്ചിരിക്കുന്നേ? ഏ
എന്റെ അനിയത്തിക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അമ്മേ. നാത്തൂന്റെ മുന്നിൽ വെച്ചിട്ട് വെറുതെ എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാന്നേ. എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. എന്റെ പൊന്നു സ്വാതി, നിനക്ക് അറിയത്തില്ലേ അവളുടെ സ്വഭാവം? അത് വല്ല തമാശയും പറയുന്നതായിരിക്കും, ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട്. നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതും നീ ദേഷ്യപ്പെടുന്നതും കാണാനാണ് അവക്ക് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞതൊന്നും ആയിരിക്കില്ല. ഇടി പിന്നെ നമ്മുടെ പുഷ്പലത ചേച്ചി ഇല്ലേ, ആ പുഷ്പലത ചേച്ചിയുടെ മരുമോൾ ഇന്ന് വെളുപ്പിനെ ഒളിച്ചോടിപ്പോയെന്ന്. ഒരു കത്ത് എഴുതി വെച്ചിട്ടാ പോയെന്ന്. ഇനി എന്നെ അന്വേഷിക്കണ്ട, ഞാൻ എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവാന്നും പറഞ്ഞ് കത്ത് എഴുതി വെച്ചിട്ട് പോയെന്നാ പെൺ. അയ്യോ, അവക്ക് 5 വയസ്സുള്ള ഒരു കൊച്ചില്ലേ? ആണേ, ആ കൊച്ചിന്റെ മുഖത്തോട് നോക്കിയിട്ട് അവക്ക് എങ്ങനെ പോകാൻ തോന്നിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. തങ്കക്കുടം പോലത്തെ ഒരു കൊച്ച്. ശോ, എന്റെ ദൈവമേ, കഷ്ടമായി പോയി. കാണാനൊക്കെ നല്ല സുന്ദരിയായിരുന്നു. അവരുടെ കല്യാണത്തിന് വന്നവരൊക്കെ അന്ന് അത് തന്നെ പറയായിരുന്നു, എന്ത് സുന്ദരി പെണ്ണാന്ന്. ഓ, നല്ല വെളുവിള വെളുത്ത് ഇങ്ങനെ ചോര തൊട്ടെടുക്കാം, അത്രയും കളറൊക്കെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞാല് മുടിയാണെങ്കിലോ, മുടി മറ്റേ മുട്ടപ്പം കണ്ട് മുടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ആ നീല കല്ല് വെച്ച് ആ മൂക്കുത്തി ഇടുമ്പോ എന്ത് രസമാ കാണാൻ, എന്റെ അമ്മൂ. ആ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞിപ്പം തോളപ്പം കണ്ടേ മുടിയുള്ളൂ. എന്നിട്ട് മറ്റേ ചീരപ്പൂവിന്റെ കളറൊക്കെ അടിച്ചു. എന്നാലും കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അതിന്റെ അഹങ്കാരം അല്ലായിരുന്നു പുഷ്പലതയ്ക്ക്. എന്തൊരു അഹങ്കാരം, എന്റെ ദൈവമേ. വരുമോള് സുന്ദരിയാന്നും പറഞ്ഞിട്ട് എന്റെ മോന്റെ കല്യാണത്തിന് വന്നിട്ട് പിന്നെ പെണ്ണിനെ നോക്കലും ചിരിക്കലും, പിന്നെ എന്നെ ഒരു പുച്ഛത്തോടെയുള്ള ഒരു നോട്ടവും, മറ്റുള്ളവരുടെയൊക്കെ ചെവിയിൽ കുശു 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 കുശാന്ന് ഇങ്ങനെ പറയുക, പെണ്ണിന് നിറം കുറവായതുകൊണ്ടിട്ട്. ഓ, അതൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുമായിരുന്നു. എന്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? സൗന്ദര്യം ഉണ്ടായിട്ടോ സൗന്ദര്യം ഇല്ലാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല. ഒരാളുടെ സ്വഭാവം നന്നായിരിക്കണം. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം അതിലെ വന്നപ്പോ അതിനെ കണ്ടിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. അത് തിരിച്ച് ചിരിച്ചു കാണിച്ചു പോലുമില്ല, അകത്തോട്ട് കയറിപ്പോയി. ഉം എന്നാലും കഷ്ടമായി പോയി. എനിക്ക് ആ കൊച്ചിന്റെ കാര്യം ഓർത്തിട്ടാ. അതിലൊക്കെ പോവാണെങ്കിൽ കൊച്ചി ഇങ്ങനെ ആന്റി ആന്റി എന്ന് വിളിക്കുവേ, പാവം കൊച്ചി. സ്വാതിയെ, ഞാനേ ഈ പാലൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. വേഗം വരാം. എന്റെ അമ്മ വേഗം വന്നേക്കണം. അവിടെ പരദൂഷണം പറഞ്ഞിരിക്കരുത്. ഇന്ന് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പുതിയൊരു വിഷയം കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് പോകേണ്ടതാണ്. കുട്ടികളെ രണ്ടുപേരെയും കൂട്ടാതെ ഞാൻ വന്നത്. പോടി അവിടുന്ന്, ഞാനൊന്നും പറഞ്ഞിരിക്കൊന്നുമില്ല. പിന്നെ ഞാൻ പോയിട്ട് വേഗം വരും. ആ, വന്നാ മതി. ഞാനൊരു പഴഞ്ചനാണ് ചേച്ചിക്ക് തോന്നിയല്ലേ? അയ്യോ, ഞാനത് നാത്തുവിന്റെ സംസാര രീതിയൊക്കെ കേട്ടപ്പം ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. ഓ, ഈ പറയുന്നയാളങ്ങ് മോഡേൺ ആണെന്നാണോ വിചാരം? പഴഞ്ചനാ, തനി പഴഞ്ചൻ. +2 കഴിഞ്ഞിട്ട് പിന്നെ കോളേജൊന്നും കണ്ടിട്ടൊന്നുമില്ല. പഠിക്കാനൊക്കെ ഭയങ്കര മടിച്ചിയായിരുന്നു. ഉം +2 കഴിഞ്ഞ് പുറംലോകം കാണാത്തവരാ നാത്തും പഴഞ്ചനാന്ന് പറയുന്നത്. എന്തിനാ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഷ്ടമുണ്ട് കേട്ടോ. ഹും, ഞാൻ അത്ര പഴഞ്ചനൊന്നും അല്ല ചേച്ചി. പിന്നെ ഈ ഉപദേശിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ പഴഞ്ചനാന്ന്. അത് സ്വാഭാവികമാ. അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പഴഞ്ചനായിട്ടല്ലേ തോന്നത്തുള്ളൂ. അയ്യോ, സോറി കേട്ടോ, ഞാൻ ഒന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല. വെറുതെ തമാശക്ക് പറഞ്ഞതാ. ഇവളത് ഓവറാക്കി ചളവാക്കി. ഇവളെന്താ ചെയ്യേണ്ടതെന്നറിയോ? അയ്യോ, എനിക്ക് ഫീൽ ഒന്നും ആയില്ല, സോറി ഒന്നും പറയണ്ട. ചേച്ചി ഡിസ്റ്റൻസ് ആയിട്ടല്ലേ ഡിഗ്രി പഠിച്ചേ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞാൽ എന്റെ ചേച്ചിക്ക് മനസ്സിലാവൂല. വീട്ടിലിരുന്നാണോ പഠിച്ചേ, കോളേജിൽ പോയാണോ പഠിച്ചേ? അങ്ങനെ ചോദിക്ക്. വീട്ടിലിരുന്നാ പഠിച്ചേ, പക്ഷെ ഞാൻ ഡിഗ്രി പഠിച്ച് പാസ്സായിട്ടുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യ്, PG പഠിക്ക്, അല്ലെങ്കിൽ ബാങ്കിന്റെ കോച്ചിങ് ചെയ്യ്. വീട്ടിലിരുന്ന് ചെയ്താലും മതി. ബുക്കൊക്കെ ഞാൻ തരാം, ഹെൽപ്പ് ചെയ്യാം പഠിക്കാനൊക്കെ. ഇപ്പൊ ഒത്തിരി ഒഴിവൊക്കെ വരുന്നുണ്ടേ. അപ്പൊ എവിടെയെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ. അതൊക്കെ ഇനി പറ്റുമോ? 2 പിള്ളേരൊക്കെ ആയില്ലേ, ഇനിയിപ്പോ പഠിക്കാനും എഴുതാനും ഒന്നും പറ്റൂല. ആരാ പറഞ്ഞേ? പിള്ളേരുള്ളവർ ഇപ്പൊ പഠിച്ച് ജോലി വാങ്ങുന്നത്. PCയിലൊക്കെ ഓരോ ലിസ്റ്റിൽ കയറി പറ്റുന്നതൊക്കെ 2 3 കുട്ടികളുള്ള അമ്മമാരാ. അവർക്കാണ് ഈ ജോലി മേടിക്കണം, പഠിക്കണം, വരുമാനം വേണമെന്നൊക്കെ ഉള്ള ഒരു ത്വര ഉണ്ടാകുന്ന ഒരു തീയ്. ആണോ? അയ്യാ, പൊട്ടലിൽ ലോട്ടറി അടിച്ച പോലത്തെ ചിരി നോക്കിക്കേ. ഇതൊക്കെ കേൾക്കാൻ മാത്രമേ സിമ്പിൾ ഉള്ളൂ, നല്ലോണം കഷ്ടപ്പെടണം. വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഈ മണ്ടൻ തല വെച്ച് വല്ലതും നടക്കുമോ എന്തോ. മോളെ, ചേച്ചിയുടെ മോൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ല വിഷമമായിട്ടുണ്ടെന്ന്. പക്ഷെ എന്നെ കഴിഞ്ഞ് നന്നായിട്ട് ചേച്ചിക്ക് അവളെ അറിയാലോ. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ലല്ലോ, പാവമല്ലേ. എനിക്കറിയാം, എന്റെ അനീതിയല്ലേ. പക്ഷെ ഇടയ്ക്കൊക്കെ ഓരോന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നതാ. പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടോ അല്ല ഞാൻ പഠിക്കാൻ പോകാതിരുന്നത്. ഞങ്ങള് +2 പഠിക്കുമ്പോഴാ അച്ഛൻ മരിക്കുന്നതേ. അതുവരെ പുറത്ത് പണിക്കൊന്നും അമ്മ അങ്ങനെ പോയിട്ടില്ല. അച്ഛന്റെ മരണശേഷമാണ് അമ്മ ഒരു അച്ചാർ കമ്പനിയിൽ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. പിന്നെ അമ്മയുടെ വരുമാനം കൊണ്ട് ഒന്നും ആകുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും അമ്മേന്റെ കൂടെ പണിക്ക് പോകാൻ തുടങ്ങി. അവളുടെ വിചാരം എനിക്ക് പഠിക്കാൻ പോകാൻ മടിയായിട്ട് ഞാൻ പണിക്ക് പോകുന്നതെന്നാ. അതുകൊണ്ടല്ല. പിന്നെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ വീട്ടിൽ ഇരുന്ന് പഠിച്ച് എങ്ങനെയോ കൂടി ഡിഗ്രി പാസ്സായത്. ചേട്ടൻ പിന്നെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ.
അമ്മ വീട്ടുകാർക്ക് ചേട്ടനെ മാത്രം ഇഷ്ടമുള്ളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങളെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അവര് ചേട്ടനെ പഠിപ്പിച്ചു. ചേട്ടനും ചെറിയൊരു ജോലിയൊക്കെ കിട്ടി. എന്തായാലും അവളിലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും. ഞാനും അമ്മയും അവൾക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത്. എന്തായാലും അവള് പഠിച്ച് വലിയ കമ്പനിയിൽ ജോലിക്കാരിയായില്ലേ. 6 മാസമേ അവൾ ഇപ്പൊ ജോലിക്ക് കയറിയിട്ട്. പക്ഷെ 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. എങ്ങനെയെങ്കിലും വീട് വെക്കണം, എന്നിട്ടേ കല്യാണം കഴിക്കുള്ളെന്ന് അവള് പറയുന്നത്. കുറെയൊക്കെ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം. അവളെ ഞാൻ എന്റെ അനിയത്തിയായിട്ട് മാത്രമല്ല കേട്ടോ കാണുന്നത്, എന്റെ മൂത്ത മോളായിട്ടാ കാണുന്നത്. ചേച്ചി, ആ ചേച്ചി നിന്നെ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ വിളിച്ചത്? ഞാൻ ഓർത്ത് ഇവളെ ആയിരിക്കുന്നു. നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കാറില്ലല്ലോ. സോറിയുടെ ചേച്ചി, നിനക്ക് ഞാൻ പറയുന്നതും കളിയാക്കുന്നതൊക്കെ വിഷമാവുന്നുണ്ടെന്ന് ഞാൻ ഓർത്തില്ല. നിന്റെ മുഖത്ത് ദേഷ്യം കാണാൻ വേണ്ടിട്ടാ ഞാൻ ഓരോന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. നിനക്ക് ഇത്രയും വിഷമാവുമെന്ന് ഞാൻ ഓർത്തില്ല. നീ എന്നോട് ക്ഷമിക്ക് കേട്ടോ നാത്തു. എന്റെ ചേച്ചിയുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ ചേച്ചിക്ക് അത്ര നല്ലൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് പോകാൻ പറ്റിയേ. എന്തു നല്ല ആൾക്കാരാന്നറിയോ അവിടെ ഉള്ളവര്. ആണോ? ആ, അതെ, നല്ല ആൾക്കാരാ. ഭർത്താവായാലും വീട്ടുകാരായാലും നല്ല സ്നേഹമുള്ളവരാ. എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. പിന്നെ എടി ചേച്ചി, നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നെയാ. നമ്മുടെ അമ്മേനെ കഴിഞ്ഞും കൂടുതൽ ഏറ്റവും ഏറ്റവും ഇഷ്ടം നിന്നെയാ. ആണോ? സത്യമായിട്ടും അതെ. കേട്ടോ നാത്തൂനെ അവള് പറഞ്ഞത്? അയ്യോ, എന്തിനാ മോളെ ഇങ്ങനെ കളിയാക്കി വർത്താനം